ഗൈസ്, അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്നലെ ലൈവ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വ്ളോഗ് ഉണ്ടോയെന്ന്. അപ്പം അതായിട്ട് ഞാൻ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് വ്ളോഗ് എടുക്കാൻ പോവാണ്. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുറേ അമ്പലത്തിൽ തൊഴുതിട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം തന്നെ കുണ്ടമംകടവ് ദേവി ക്ഷേത്രത്തിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ ഒരു ഡ്രസ്സ്, പിന്നെ ഈ മേലത്തെ സാധനം എൻ്റെ അമ്മ തയ്ച്ചു തന്നാണ്. മേലത്തെ ഈ ഉടുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ചേച്ചിക്കും സെയിം ഡ്രസ്സ് അതേപോലെ തയ്ച്ചിട്ടുണ്ട്. Okay, happy birthday. Hi. Happy birthday. Thank you. ഈ സെയിം ഡ്രസ്സ് എനിക്കും അതേപോലത്തെ സെയിം അല്ല, എനിക്ക് അത് ആക്ച്വലി ഈ കളറിന്റെ മേടിച്ചു. അപ്പോൾ അവള് പറഞ്ഞു അവൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് എനിക്ക് തയ്ച്ചത്. ഷോർട്ട് കുർത്തി പോലത്തെ സംഭവമാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്കും വേറെ തുണി മേടിച്ച് തയ്ച്ച സംഭവം. എൻ്റെ അതൊരു അതാണ് ബാക്കിൽ നമുക്ക് ഇത് കെട്ട് പിടിപ്പിച്ച്. അപ്പോൾ ഗൈസ്, അച്ഛൻ വണ്ടി എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തലയിൽ വെച്ചിരിക്കുന്ന മുല്ലപ്പൂ അമ്മ കെട്ടിത്തന്നതാണ്. നമുക്കിനി പോവാം. ഞാൻ വണ്ടി എടുക്കാൻ പോകുന്നു. ഞങ്ങൾ ഇവിടെ തിരുനെല്ലിയൂർ മഹാദേവ ടെമ്പിളിൽ പോവാണ്. അങ്ങോട്ട് പോകാനായിട്ട് ഇപ്പം വണ്ടി സ്റ്റാർട്ടാക്കുന്നു. ഇപ്പം ഐശ്വര്യയും വരുന്നുണ്ട് കൂടെ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പോവുകയാണ്. മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന സീനാണെങ്കിലാണ് ഞങ്ങൾ 3 പേരും ഉണ്ട് വണ്ടിയിൽ. ഹെൽമെറ്റ് വെക്കാഞ്ഞത് ഞങ്ങളിവിടെ അടുത്തായിരുന്നു, കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇതാണ് തിരുനെല്ലിയൂർ മഹാദേവ ടെമ്പിൾ. അപ്പം നമുക്ക് അകത്തോട്ട് കയറാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ കയറുവാണ്. ഞങ്ങൾ മഹാദേവ ക്ഷേത്രത്തിലെത്തി. ഇനിയും ഭാഗ്യയുടെ പേരിലൊരു അർച്ചന കഴിക്കാനുണ്ട്. ഇവിടെ അർച്ചന കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പൂജാരിയുടെ അടുത്തേക്ക് പോവുകയാണ്. പിന്നെ ഇവിടെ നേരത്തെ ശിവരാത്രി ആയിരുന്നപ്പോൾ ഈ അമ്പലത്തിൽ നിന്ന് ആന ഇറങ്ങുന്ന ടൈമിൽ ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നുകൂടെ തൊഴുതിട്ട് വരാമെന്ന് വെച്ച്, നമ്മളെ ബർത്ത്ഡേ ആയപ്പോൾ ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വെച്ചു. അപ്പം ഞങ്ങൾ അർച്ചനയ്ക്ക് പൂജാരിയെ കൊണ്ട് എഴുതിക്കുകയാണ് ഭാഗ്യയുടെ പേരിൽ. ഇനി നമ്മൾ നല്ലതായിട്ടൊന്ന് തൊഴുതിട്ട് ഇറങ്ങാം. ഇത് അമ്പലത്തിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു വ്യൂ ആണ്. 4 വശത്തൂടെ ഉള്ള അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ 4 വശത്തുമുള്ള ഒരു ലുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുണ്ടവൻകടവ് ദേവീ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സീനാണ് ഞങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ശകലം പണിയായതുകൊണ്ട് ഇച്ചിരി കുലുക്കമുണ്ട്. അതാണ് ഷേക്ക്. ഇടവഴിയാണ്, ചെറിയ വഴിയാണ്. ഇനി മെയിൻ റോഡിലോട്ട് ഒരു കുറച്ച് ദൂരം കൂടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക് സീനറിയൊക്കെ എങ്ങനെ ഉണ്ട്? കൊള്ളാമോ? വഴിയിലെ സൈഡിലത്തെ ഫുള്ള് സൈഡിൽ കാടും വീടും എല്ലാം ഉണ്ട്. കുറച്ച് ദൂരങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായില്ല. മെയിൻ റോഡിലോട്ട് വന്നു, ഞങ്ങൾ എത്തി. ഇനി അടുത്തത് ഇവിടെ ഒരു വെടി വഴിപാടുണ്ട്. മേളിൽ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അതാണ് മേളിൽ കൈ കാണിച്ചത്. അവിടെ ഇനിയും ഞങ്ങളുടെ 4 പേരുടെയും പേരിൽ ഒരു വെടി വഴിപാട് കഴിക്കാൻ വേണ്ടി ഇവിടെ പ്രധാന ഒരു പൂജയാണ് വെടി വഴിപാട്. അങ്ങനെ വെടി വഴിപാടിന് ഞങ്ങൾ കൊടുത്തു. ഇനിയും അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് പോവുകയാണ്. അങ്ങോട്ട് ഇനി ചെരുപ്പെല്ലാം ഊരിയിട്ട് ഇനി അകത്ത് കയറാനായിട്ട് ഞങ്ങൾ പോകുന്നു. വണ്ടിയെ തന്നെ ഞങ്ങളെല്ലാം ചെരുപ്പെല്ലാം ഊരിയിട്ടു. അകത്തത്തെ കൂടുതൽ വീഡിയോ ഒന്നും ഇല്ല, ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇറങ്ങുന്നതിൻ്റെ ഉള്ളൊരു വീഡിയോയും കൂടെ ഉള്ളു. പിന്നെ ഈ അമ്പലത്തിൽ എനിക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. ഇന്ന് ബർത്ത്ഡേ ആണെങ്കിലും എൻ്റെ ഡാൻസിൻ്റെ പ്രോഗ്രാമുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ കാണിക്കാം. നമ്മൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പാട്ട് ഞാൻ ഭാഗ്യാത ലക്ഷ്മി ബാരമ്മയാണ് കളിക്കുന്നത്. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഷോർട്സ് വീഡിയോ ഞാൻ ഫുൾ വീഡിയോയ്ക്കകത്ത് ഇടാമെന്ന് വെച്ചു. അങ്ങനെ ഇട്ടതാണ്.
പിന്നെ ഞാൻ എവിടെയാണെന്ന് കാണിച്ചു തരാം. ഈ ഫസ്റ്റ് നിൽക്കുന്ന റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് ഞാൻ. മറ്റേ പച്ചയും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഡ്രസ്സിൽ ഞാനാണ്. പിന്നെ ഇത് അടുത്ത പാട്ട്. ഞാൻ 4 പാട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഇത് മീസാരക്കണ്ണൻ. ഞാൻ പറഞ്ഞായിരുന്നു ഇത് മീസാരക്കണ്ണനായിരുന്നു. പിന്നെ ഈ ഡാൻസിൽ ഒരു 5 പേരുണ്ട്. ഞാനും വേദയും പിന്നെ ശ്രേയയും പിന്നെ എന്താ പറയുക ധനഞ്ജിതയും വേദയാണ് ഈ ഡാൻസിലുണ്ടായിരുന്നത്, തനിയും. ഇപ്പം ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് അവരെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ എനിക്കും ചെയ്യണമെന്നുണ്ട്. പക്ഷേ ബാംഗ്ലൂർ വന്നു. ഞാൻ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂർ എത്തി. അപ്പം ഡാൻസിനൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം അവരുടെ കൂടെയൊക്കെ കളിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ നമ്മൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് എനിക്ക് നല്ല മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതായിരുന്നു അവിടുത്തെ ഡാൻസ് പ്രോഗ്രാം. ഞങ്ങൾ ഇവിടുന്ന് തൊഴുതിട്ടിറങ്ങി നമ്മൾ അടുത്ത അമ്പലത്തിലോട്ട് പോകാൻ പോവാണ്. ഇറങ്ങി നമ്മൾ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവാണ്. നമ്മൾ എണ്ണയും തിരിയൊക്കെ വാങ്ങിച്ചു. ഇവിടുന്നൊരു ശകലം ദൂരം കൂടെ ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഹനുമാൻ ക്ഷേത്രം. ആ കാണുന്ന ഹനുമാനാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഹനുമാൻ്റെ വലിയൊരു പ്രതിഷ്ഠയാണ്. ഇവിടെ ഫേമസ് ആണ് ഇവിടെ ഹനുമാൻ്റെ അമ്പലം. ഇവിടെ പട്ടാളക്കാരാണ് ഇതിൻ്റെ നോട്ടങ്ങളൊക്കെ. ഇത് അവിടുത്തെ ചുറ്റുപാടുമുള്ള ഒരു വ്യൂ ആണ്. ഇപ്പം നമ്മൾ കാണിച്ചത് ഭയങ്കര വലിയ നമ്മൾക്കാട്ട് ഇച്ചിരി നല്ല ഹൈറ്റ് ഉള്ളതാണ്. നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കാം. അപ്പം നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ അകത്തെ വീഡിയോ ഒന്നും എടുക്കാൻ അലൗഡ് അല്ല. അവിടെ ക്യാമറ അകത്ത് അലൗഡ് അല്ല. അത് കാരണം അകത്തെ വ്യൂസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. നമ്മൾ ഫുള്ള് വെളിയിലത്തെ വ്യൂവും കൂടെ കാണിച്ചു. ഇനി നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ എല്ലാ അമ്പലത്തിലും കയറി തൊഴുത് വീട്ടിലെത്തി. ഇനി നമ്മൾ അടുത്ത ദിവസം ആലപ്പുഴയിലോട്ട് പോവും. അപ്പോൾ അവിടെ നിന്ന് കേക്ക് മുറിക്കും. അതിൻ്റെ വീഡിയോവും ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനിയും ഞങ്ങൾ നാളെ ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് മാൾട്ടിയുടെ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിലെത്തി മാൾട്ടിയുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കേക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ തുറക്കാൻ പോവാണ്. ഇതാണ് കേക്ക്. കേക്കിൻ്റെ ഫ്ലേവറാണ് വൈറ്റ് ഫോറസ്റ്റ്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. പിന്നെ മാളൂട്ടി എന്നാണ് എൻ്റെ വീട്ടിലെ പേരാണ് എൻ്റെ ബർത്ത്ഡേ കേക്കിൽ എഴുതിയിട്ടുള്ളത്. കേക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഫുള്ളായിട്ട് തുറന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ പോകണം. ഇത് മുറിച്ചു. അപ്പോൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യാണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പാടി. അപ്പോൾ ഞാൻ ആദ്യം മിന്നന് വെച്ച് കൊടുക്കുകയാണ്, എൻ്റെ കസിൻ. ഞാൻ ഇച്ചിരി വായിലിട്ടു, അവളും എനിക്ക് തന്നു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലീസൊക്കെ എനിക്ക് തരാൻ പോവാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് കേക്ക് മുറിച്ച് തരാണ്. ഞാനും തിന്നു, അവൾക്കും കൊടുത്തു ഇച്ചിരി, ഞാൻ തിന്നു. അപ്പോൾ എൻ്റെ ഫാമിലീസ് എല്ലാം എനിക്ക് കേക്ക് തന്നു.
പിന്നെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ നിങ്ങൾ കേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കേക്കിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞുകൊണ്ട് തന്നെ ആ ചോക്ലേറ്റ് എല്ലാം കൂടെ തിന്നു. പിന്നെ ടേസ്റ്റ് ചോക്ലേറ്റ് ഇഷ്ടമായതുകൊണ്ട് ചോക്ലേറ്റ് തിന്നു. പിന്നെ നമ്മൾ ഓഡിയൻസ് വീഡിയോ എടുക്കുന്ന എല്ലാവരെയും ഒന്ന് വിളിക്കുകയാണ്. നമ്മുടെ ഫാമിലീസിനൊക്കെ വിളിച്ചു. പിന്നെ മുത്തുവും വന്നു കേക്ക് തരാൻ വേണ്ടി. എനിക്ക് കേക്കും തിന്നു, അവൾക്കും കൊടുത്തു. ഞാനും ഇച്ചിരി വായി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അമ്മേനെയും അക്കച്ചീനെയൊക്കെ വിളിച്ച് കേക്ക്, ഇതാണ് എനിക്ക് കേക്ക് വാങ്ങിച്ചു തന്ന പ്രധാനപ്പെട്ട ആളാണ്. എനിക്ക് കേക്ക് വാങ്ങിച്ചു തന്ന, വീട്ടിൽ ചെന്നിട്ട് കേക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് വാങ്ങിച്ചു തന്നു. അതിന് എനിക്ക് നല്ല നന്ദി പറയാനുണ്ട്. ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യണം.